ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മലബാർ സ്പെഷ്യൽ ഉന്നക്കായുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്ത പഴം എടുക്കാൻ പാടില്ല. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാനിത് നല്ലപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇവിടെ ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലുള്ള കറുത്ത കുരു ഒന്ന് മാറ്റിയെടുക്കണം. ഞാനിവിടെ എല്ലാ പഴത്തിൻ്റെയും കുരു ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴമൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ആദ്യം ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരകിയെടുത്തപ്പോൾ കുറച്ച് വലുതായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുഴച്ച് വെച്ച പഴത്തിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലൊരു ബോൾ പോലെ ആക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സ് കുഴച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. കട്ടകളുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കയ്യിൽ വെച്ച് ഉന്നക്കായുടെ ഷേപ്പിലേക്കൊന്ന് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പഴം വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ വലുപ്പത്തിലുള്ള 7 ഉന്നക്കായാണ് കിട്ടിയത്. പിന്നെ ഇതിൽ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഉന്നക്കായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെച്ച് കൊടുക്കാം. മലബാർ സ്പെഷ്യൽ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.